പാട്ടുണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പഴയൊരു പാട്ട് തന്നെയാണ്. ഈ പാട്ടിന് ഇന്നത്തെ ദിവസവുമായി ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരുവാതിരയാണല്ലോ അല്ലേ? അപ്പോൾ ഈ തിരുവാതിര കാലത്ത് എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ ഓടിയെത്തുമ്പോഴാണ് ഈ പാട്ടിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അന്നത്തെ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അമ്മയോടൊപ്പം തിരുവാതിര കുളിക്കാൻ പോയ ഒരു കാലമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതിരാവിലെ കാറ്റിനെയും തണുപ്പിനെയൊന്നും വകവയ്ക്കാതെ ഞങ്ങളെല്ലാവരും ഈ ഒരാഴ്ചക്കാലം എന്തായാലും തിരുവാതിര കുളിച്ചിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ പോകുന്നത് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു കുളത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരും ആ സമയത്ത് ഈ കുളത്തിലേക്ക് കുളിക്കാൻ വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും പാട്ട് പാടി തുടിച്ച് കുളിച്ച് കരയിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ അമ്മ ഒരു താലത്തിൽ നെറ്റിയിൽ ചാർത്താനുള്ള ചന്ദനം, കളഭം, സിന്ദൂരം, കൺമഷി ഇതെല്ലാമായിട്ട് എത്തിയിട്ടുണ്ടാകും. അതിൽ തെച്ചിപ്പൂക്കളും തുളസിപ്പൂക്കളും ഒക്കെ തലയിൽ ചൂടാനുള്ളതും ഉണ്ടാവും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ചൂടി അവിടുത്തെ ഊഞ്ഞാലിൽ ആടിക്കളിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയാൽ അവിടെ ഉണ്ടാവും ഊഞ്ഞാലില്ലാത്തൊരു വീടില്ല എന്നുള്ളതാണ്. അന്ന് തിരുവാതിരക്കാലത്ത് എല്ലാവരും ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികളൊക്കെ അവധിക്കാലവുമാണല്ലോ അപ്പോൾ ഈ ക്രിസ്തുമസിൻ്റെ. അപ്പോൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ കളിച്ച് തിമിർത്തിട്ടാണ് അവധിക്കാലം ആഘോഷിക്കുന്നത്. അങ്ങനെ നല്ല തിരുവാതിരക്കാലം. ആ കാലത്തല്ല ഇപ്പോഴും ഉണ്ടാവും അതൊക്കെ. ഈ തിരുവാതിരയ്ക്ക് നോമ്പ് നോൽക്കേണ്ട ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നും തിരുവാതിരക്കാലത്ത് രാവിലെ കൂവ വിരകിയതും തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പുഴുക്കും ചെറുപഴം, പപ്പടം ഇതൊക്കെ എന്തായാലും നിർബന്ധമാണ്. അത് കഴിച്ചാൽ അരിഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ എല്ലാവരും നല്ല കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ആ പാട്ടിൻ്റെ വരികൾ പാടാൻ ശ്രമിക്കുകയാണ്. തനുമാസത്തിൽ തിരുവാതിര തിരുനോയമ്പിൻ നാളാണല്ലോ, തിരുവൈക്കം കോവിലിൽ എഴുന്നള്ളത്ത് തിരുവേഗപ്പുറയിലും എഴുന്നള്ളത്ത് ധനുമാസത്തിൽ തിരുവാതിര തിരുനോയമ്പിൻ നാളാണല്ലോ. ശ്രീ മഹാദേവൻ തപോനിരതൻ കാമനെ ഭസ്മീകരിച്ച നാളിൽ പാവം രതി ദേവി തേങ്ങി നിന്നു, പാർവതി ആശ്വാസമോതി നിന്നു. ആ തിരുനാൾ പൂത്തിരുനാൾ ആഗതമായിതാ തോഴിമാരെ, ധനുമാസത്തിൽ തിരുവാതിര തിരുനോയമ്പിൻ നാളാണല്ലോ. പ്രേമസാഫല്യം വരുത്തുവാനായി ദേവനെ പൂജിക്കും നാളാണല്ലോ, അമ്പിളി ചൂടിയ തമ്പുരാന് നൊയമ്പ് തുടങ്ങിയ നാളാണല്ലോ. ആ തിരുനാൾ പൂത്തിരുനാൾ ആഗതമായിതാ തോഴിമാരെ, ധനുമാസത്തിൽ തിരുവാതിര തിരുനോയമ്പിൻ നാളാണല്ലോ. തൂമ കലർന്ന നിലാവലയിൽ നീന്തി തുടിച്ചു നീരാടുക നാം, തിരുവാതിരപ്പാട്ടിൻ താളമേളം തിരമുറിച്ചെത്തുന്നു കുരവമേളം. ആ തിരുനാൾ പൂത്തിരുനാൾ ആഗതമായിതാ തോഴിമാരെ, ധനുമാസത്തിൽ തിരുവാതിര തിരുനോയമ്പിൻ നാളാണല്ലോ.